ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ ആതിര പി കുമാർ. അപ്പം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ ഒരു മോർണിംഗ് റൂട്ടീൻ. സോ എൻ്റെ ഒരു പീസ്ഫുൾ മോർണിംഗ് ഒന്ന് കണ്ടാലോ? ബായോ. ഞാൻ രാവിലെ ഏകദേശം ഒരു 6 മണി ആകാറാകുമ്പോൾ ഞാൻ എഴുന്നേക്കാറുണ്ട്. അപ്പോൾ 6 മണിക്ക് എഴുന്നേറ്റ് തന്നെ ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം ഇളം ചൂട് വെള്ളം കുടിക്കുക. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. നല്ല ഇളം ചൂടായിരിക്കും അത്. ആ ഇളം ചൂടുവെള്ളം കുടിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട്. ആഹാ. ആ കൂട്ടത്തിൽ തന്നെ എൻ്റെ നമ്മളെല്ലാം മലയാളികളാണല്ലോ. ആസ് യൂഷ്വൽ ഞാൻ ആ ഫോണൊക്കെ നോക്കി ഇങ്ങനെ കൂളായിട്ട് നോട്ടിഫിക്കേഷൻസും മെസ്സേജസും ഒക്കെ കണ്ട് റിപ്ലൈ ഒക്കെ കൊടുത്ത് അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കും. പിന്നെ ഞാൻ ബെഡൊക്കെ ഒന്ന് ശരിയാക്കിയിടും. എൻ്റെ ബെഡെല്ലാം ശരിയാക്കിയതിന് ശേഷം ഞാൻ നേരെ പോയി ബ്രഷ് ചെയ്യും. ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് ശേഷം ഞാൻ മുറ്റം നോക്കുമ്പോൾ എനിക്ക് കൂട്ടിന് ഒരാളുണ്ട്, നമ്മുടെ പൂച്ച സാർ. ഇവിടെ 2 പേരാണുള്ളത്. ഒരാൾ എവിടെയോ ഉറങ്ങാനോ ഇളംവെയിൽ കൊള്ളാനോ ഒക്കെ ആയിട്ട് രാവിലത്തെ ഇതിൽ പോയേക്കാണ്. ഒരാളെപ്പോഴും എൻ്റെ കൂടെ തന്നെ കാണും. അപ്പോൾ അങ്ങനെ പൂച്ച സാറിനോട് കഥയൊക്കെ പറഞ്ഞിച്ച് ഞാനിങ്ങനെ മുറ്റമൊക്കെ തൂക്കും. അതിനുശേഷം ഞാൻ നേരെ പോയി എൻ്റെ ചെടികളെ നോക്കും. ഈ 2026 ഞാൻ ഒരു റെസൊല്യൂഷൻ പോലെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ 2026 ജാനുവരി 1 1-ാം തീയതി തന്നെ ഞാനാണ് കുറച്ച് ചെടികളൊക്കെ നട്ടിരുന്നു. ആ ചെടികളൊക്കെ നട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ചിന്തിച്ചത്, ഈ കൊല്ലം പറ്റുന്ന സമയങ്ങളിൽ എല്ലാ ദിവസവും കുറച്ച് മിനിറ്റെങ്കിലും, അറ്റ്ലീസ്റ്റ് ഒരു 2 മിനിറ്റെങ്കിലും ഞാൻ ഈ ചെടികൾക്കായിട്ട് മാറ്റി വെക്കുമെന്നും. ഇനി നിമിഷം വരെ സത്യം പറയാമല്ലോ ഗൈസ്, എനിക്കത് സാധിച്ചിട്ടുണ്ട്. ആൻഡ് ആ ചെടികളെ നോക്കുക, നമ്മൾ ആ പ്രകൃതിയിലോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് തന്നെ ഒരു ഹീലിംഗ് മൂഡുണ്ട്. അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ ചെയ്യുന്നവരുണ്ട്, ചെയ്യാത്തവർക്കാണ് ഞാൻ ഈ പറയുന്നത്. നല്ല റിലീഫായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. നിങ്ങൾക്ക് നല്ല സമാധാനവും നല്ലൊരു സന്തോഷവും എന്തെന്നില്ലാത്തൊരു എനർജറ്റിക്കും ഒക്കെ നമുക്ക് തോന്നും. സോ ചെയ്തിട്ടില്ലാത്തവർ ജസ്റ്റ് ട്രൈ ഇറ്റ്. അപ്പം ഞാൻ ആ ചെടികളെയൊക്കെ നോക്കും. ആൻഡ് മൈ ഫേവററ്റ് സാധനം ഒരു ഉള്ളി നമ്മുടെ നാട്ടിൽ കുഴിച്ചു വെച്ചാൽ വളരുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം ഞാനൊരു പരീക്ഷണം എന്ന നിലയിൽ ഞാൻ ഒരു ഉള്ളി എടുത്ത് ഞാൻ കുഴിച്ചു വെച്ചിട്ടുണ്ട്. അതൊരു ഏകദേശം വളർന്നു വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ പരിപാലിക്കുകയൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഗാർഡനിങ്ങും വെള്ളമൊഴിക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ അടുക്കളയിൽ പോയിട്ട് ഒരു ചായയൊക്കെ കുടിച്ച് അമ്മയുടെ കഥയും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അമ്മയൊന്ന് സഹായിക്കും അടുക്കളയിൽ. അമ്മ ഭയങ്കര ധൃതിയിലായിരിക്കും. രാവിലെ അമ്മയ്ക്കും പോകണം, എനിക്കും പോകണം. അപ്പോൾ അമ്മ ഭയങ്കര ബിസി ആയിരിക്കും രാവിലെ തന്നെ. അപ്പോൾ അതിനിടയിൽ നമ്മൾ തേങ്ങ ചിരവുകയും മെഴുകുവരട്ടി വെക്കുകയോ കറി വെക്കുകയോ ചപ്പാത്തി ഉണ്ടാക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ ആയിട്ട് ഞാനും അമ്മയോടൊപ്പം കൂടാറുണ്ട്. ആ കൂട്ടത്തിൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ ചിൽ മൂഡായിട്ടാണ് പോകാറുള്ളത്. അപ്പോൾ ഏകദേശം അടുക്കള ഡ്യൂട്ടിയൊക്കെ ഒന്ന് ഒതുങ്ങിക്കഴിയുമ്പോൾ ഞാൻ നേരെ പോയി ഫ്രഷ് ആവും. ഒരു കുളിയൊക്കെ കഴിഞ്ഞ് നേരെ അടുക്കളയിൽ വരുമ്പോഴത്തേക്കും അമ്മയുടെ അടുക്കള ഡ്യൂട്ടി എല്ലാം കഴിയും. അപ്പോഴത്തേക്കും അമ്മ റെഡിയാവാൻ പോകും. അമ്മ റെഡിയാവുന്ന ഗ്യാപ്പിൽ ഞാൻ നേരെ എനിക്കും അമ്മയ്ക്കും കൂടെയുള്ള ലഞ്ച് എടുക്കും. ഞങ്ങൾക്ക് 2 പേർക്കും ചെറിയൊരു ജോലിയുണ്ട്. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടെ ലഞ്ച് എടുക്കണം, കഴിക്കണം, അങ്ങനെയുള്ള കുറച്ച് പണിയുണ്ട്. അപ്പോൾ ആ പണികളൊക്കെ ഞാൻ ചെയ്യും അടുക്കളയിൽ. ആൻഡ് അതിനുശേഷം ആ ഗ്യാപ്പിലാണ് ഞങ്ങളുടെ വീട്ടിലെ എൻ്റെ അച്ഛനും അതുപോലെ ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും ഇളയ കുഞ്ഞായ എൻ്റെ അമ്മച്ചി, അതായത് ഒരു പ്രായം കൂടിയ ഞങ്ങളുടെ കുഞ്ഞുവാവ എന്നൊക്കെ വേണം പറയാം. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ അമ്മച്ചിയും അച്ഛനും കൂടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവർ കഴിക്കും. അപ്പോൾ ആ ഗ്യാപ്പിലായിരിക്കും ഞാൻ ലഞ്ചൊക്കെ എടുത്ത് വെക്കും എനിക്കും അമ്മയ്ക്കും കൂടെ ഉള്ളത്. അതിനുശേഷം ഞങ്ങൾ നേരെ പെട്ടെന്ന് തന്നെ അമ്മ റെഡിയായിട്ട് വരും. അമ്മ കഴിക്കുന്ന ഗ്യാപ്പിൽ ഞാൻ ഓടിപ്പോയി റെഡിയാവും. പിന്നെ ഞാനും കഴിക്കുകയൊക്കെ ചെയ്യും. ആ ഗ്യാപ്പിൽ ഞാൻ എപ്പോഴേലുമൊക്കെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ടുള്ള പരിപാടി എനിക്ക്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങളെല്ലാം അടുക്കളയിലെ ഡ്യൂട്ടിയിൽ ഏകദേശം ഒതുക്കി. പിന്നെ അമ്മയും ഞാനും കൂടെ പെട്ടെന്ന് റെഡിയായിട്ട് ഞങ്ങൾ വേഗം തന്നെ ഒരുമിച്ചാണ് ഇറങ്ങാറുള്ളത്. അങ്ങനെ ഒരുമിച്ചിറങ്ങി ഞങ്ങൾ ബസ് സ്റ്റോപ്പ് വരെ അങ്ങ് നടന്ന് പോകും. കഥയൊക്കെ പറഞ്ഞ് നാട്ടുകാരോട് വിശേഷങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെ ചിരിച്ചുകൊണ്ട് ഞങ്ങൾ പോകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു മോർണിംഗ് റുട്ടീൻ. എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. എന്തെങ്കിലും സജഷൻസും അഭിപ്രായങ്ങളും വിമർശനങ്ങളും എന്ത് വേണമെങ്കിലും കമൻറ്റ് കുറിക്കാം കേട്ടോ. സോ കീപ് സ്മൈൽ അറ്റ്ലീസ്റ്റ് 3 times per day. Take it as a medicine. So see you on next video. Till then, bye.